ഹായ് ഗെയ്സ്, അപ്പോൾ നമുക്ക് ഈ ട്യൂബർ നടണം കേട്ടോ. ഇത് നടണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് 30 ലിറ്റർ വെള്ളം കൊള്ളുന്ന പാത്രമാണ്. ഇതിലേക്ക് ഒരു പിടി വേപ്പിൻ്റെ രണ്ട് പിടി എല്ലും പൊടി എടുത്തണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കി പൊടിച്ച ചാണകപ്പൊടിയാണ് കേട്ടോ. ഉണക്കി പൊടിച്ച ചാണകപ്പൊടി കുറച്ചൊക്കെ ഇട്ടെടുക്കുന്നത്. ഇങ്ങനത്തെ കല്ലും കച്ചറകളൊക്കെ കളയണം കേട്ടോ. ഇനി ഇതിലേക്ക് കല്ലും കട്ടയൊക്കെ കളഞ്ഞ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 പാത്രം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ 1/4 പാത്രം മണ്ണിട്ട് കൊടുത്തണു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതാണ് വെള്ളം ഒഴിക്കുന്നത് കാണിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വേണം ട്യൂബർ നടാൻ. അതിന് നമ്മൾ ഒരു ചാല് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ആ ചാലിക്ക് ട്യൂബർ ഇറക്കി വയ്ക്കണം. അപ്പോൾ ഇതാ നമ്മൾ ട്യൂബർ നട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തട്ടാതെ മണ്ണിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുളയിലാവാൻ പാടില്ല കേട്ടോ. മണ്ണിട്ട് കൊടുക്കുക. ഇനി ഇത് പൊങ്ങാതിരിക്കാൻ ചെറിയൊരു കല്ല് കയറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഇല വെച്ചിട്ട് വെള്ളം കുറേശ്ശെ ഇതിലേക്ക് പാർന്ന് കൊടുക്കുക കേട്ടോ. അതായത് ഈ മണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ പാർന്ന് കൊടുക്കുക. താമര ട്യൂബർ നട്ടണു. ഇനി നമുക്ക് പൂ വന്നിട്ട് കാണാം.